സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നസറായനായ യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും അറിയിക്കുന്നു. സ്വന്തം പുത്രനെ നമുക്കൊക്കെ വേണ്ടി യാഗമാക്കിയ പിതാവായ ദൈവത്തിന് ഇന്ന് രാത്രിയിലും ക്രിസ്തുവേശു മുഖാന്തരം സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങിപ്പോകാം. റെവലേഷൻ ചാപ്റ്റർ 4. അവിടെ യോഹന്നാൻ സ്വർഗത്തിൽ കണ്ട കാര്യങ്ങളെ നമുക്ക് വിവരിച്ചു തരികയാണ്. നമ്മൾ ഈ ചിന്തിക്കുന്നത് പോലെ ഒന്നും യോഹന്നാൻ അതൊന്ന് കണ്ടപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല. സ്തോത്രം. നമ്മൾ പഠിക്കുന്നതിനുള്ള കൗതുകത്തോടെ ജിജ്ഞാസയോടെ പല കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. വിമർശനാത്മകമായിട്ട് തന്നെ വേദപുസ്തകം പഠിക്കുന്നതിനും തെറ്റൊന്നുമില്ല. ഒരു ചോദ്യവും ചോദിക്കാതെ എന്ത് പറയുന്നു അതിനെപ്പറ്റി മുമ്പും പുറകും ചിന്തിക്കാതെ വിശ്വസിക്കണം, അല്ലെങ്കിൽ അങ്ങ് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറമെ വിശ്വാസം നടിക്കണം എന്നൊന്നുമില്ല. വിമർശന ബുദ്ധിയോടെ വേദപുസ്തകം പഠിക്കുന്നതിൽ തെറ്റില്ല, അത് പാപമല്ല. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസം ബൈബിൾ ആവർത്തിക്കുന്നു, തെറ്റിക്കൂടാത്തതും മാറ്റം ഇല്ലാത്തതും നശിപ്പിക്കപ്പെടാൻ സാധിക്കാത്തതും നമ്മുടെ രക്ഷയ്ക്ക് പൂർണ്ണമായും പര്യാപ്തവുമായ ദൈവശ്വാസീയ ദൈവവചനമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം അടിസ്ഥാനപരമായി സൂക്ഷിച്ചുകൊണ്ട് അതിലെ ഏതൊരു കാര്യത്തെയും വിമർശന ബുദ്ധിയോടെ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയോ ഒന്നും അരുത്. ഉത്തരം കിട്ടിയില്ലെങ്കിലും ചോദിക്കുക. നമുക്കത് ദൈവസന്നിധിയിൽ വയ്ക്കുകയോ പ്രാർത്ഥിക്കുകയോ വീണ്ടും ദൈവവചനത്തിന്റെ മറ്റു ഭാഗങ്ങൾ പരിശോധിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ അറിയേണ്ടതൊക്കെ ദൈവം നമുക്ക് മനസ്സിലാക്കിച്ചു തരും. സ്തോത്രം. അപ്പൊ പറഞ്ഞു വന്നത്, യോഹന്നാൻ അവിടെ 4 ജീവികളെ കണ്ടു. അതിന് യഹസ്കേലിലെ 4 ജീവികളുമായിട്ട് എന്ത് താരതമ്യം, എന്ത് സാമ്യം, എന്ത് വ്യത്യാസം, ഇതൊന്നും യോഹന്നാൻ നോക്കിയിട്ടില്ല. എന്നാൽ താൻ സ്വർഗത്തിൽ കണ്ട കാര്യങ്ങൾ അപ്പാടെ നമുക്ക് എഴുതി തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതിൽ യോഹന്നാന്റെ ശ്രദ്ധ മുഴുവനും ഉടക്കി നിന്നത് നടുവിലെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിലാണ്. സ്തോത്രം. നടുവിലെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൽ. ദൈവം ഒരു ക്രിസ്റ്റൽ പോലെയാ, ഒരു വജ്രക്കല്ല് പോലെയാ. യോഹന്നാൻ കണ്ടതും അങ്ങനെ തന്നെയാ. 2 കല്ലുകളുമായി യോഹന്നാൻ ദൈവദർശനത്തെ ഉപമിച്ചിട്ടുണ്ട്. ആ വജ്രത്തിന്റെ വിശേഷത നമുക്കറിയാം. പല കോണുകളുണ്ട്. അതിന് പല കോണുകൾ. ഒരു വജ്രക്കല്ലിന്, ഒരു ഡയമണ്ടിന് പല കോണേഴ്സ് ഉണ്ട്, കോണുകൾ. ഇതിൽ ഓരോ കോണും നാം തിരിച്ചു നോക്കുമ്പോൾ ഓരോ പ്രത്യേക
പ്രകാശമോ പ്രതിഫലനമോ ഒക്കെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഡയമണ്ട്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവർ പറയുന്നത് അതാണ്. നമ്മളൊന്നും വേണ്ടതുപോലെ ഡയമണ്ട്സ് ഒന്നും കണ്ടുപോലും കാണില്ല. അതുകൊണ്ട് നമുക്ക് അനുഭവ സമ്പത്ത് ആ വിഷയത്തിൽ ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. എന്നാൽ നേരിട്ട് ഈ വജ്രക്കല്ലുകളുമായി ബന്ധമുള്ളവർ പറയുന്നത് അത് ഓരോ കോണുകളുണ്ട് അതിന്. അതിങ്ങനെ നാം തിരിച്ച് തിരിച്ചു നോക്കുമ്പോൾ ഓരോ പുതിയ കാഴ്ചകളോ പ്രകാശങ്ങളോ ഒക്കെയാണ്. ഇതുപോലെ ക്രിസ്തുവാണ്, ഇതുപോലെ ദൈവമാണ്. നമുക്ക് ദൈവത്തെ, ക്രിസ്തുവിനെ പല കോണുകളിൽ നിന്ന് ദർശിക്കാം. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോഴൊക്കെ മുൻപ് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ പ്രത്യേകതകളോടുകൂടെ, വിശേഷതകളോടുകൂടെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണമല്ല, ഒരു ചെറിയ തെളിവ്. സംഖ്യാപുസ്തകം തന്നെ 23 മുതലുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇസ്രായേലിനെ, മോവാബ്യ മരുഭൂമിയിൽ പാളയമിറങ്ങിയ ഇസ്രായേലിനെ ശപിക്കുവാൻ മോവാബ്യ രാജാവായ ബാലാക്ക് പ്രവാചകനായി അറിയപ്പെട്ടിരുന്ന ബിലയാമിനെ വിളിച്ചു വരുത്തിയ സംഭവമാണ്. എനിക്ക് രസകരമായി ചിലപ്പോൾ തോന്നാറുണ്ട്. ബിലയാമിനെ കുറിച്ച് ഞാനൊരു പഠനം ചെറുതായിട്ട് നടത്തിയായിരുന്നു, ആ സംഭവത്തോട് മാത്രമുള്ള ബന്ധത്തിൽ. എനിക്ക് വളരെ രസകരമായി തോന്നി, ചിരിച്ചു. ഈ മനുഷ്യൻ ബാലാക്ക് രാജാവ് വെച്ച് നീട്ടിയ പണത്തിന്റെ പ്രഭാവത്തിന് മുമ്പിൽ അയാളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് കരുതി ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടി 4 കോണുകളിൽ നിന്നും യാഗമൊക്കെ കഴിച്ച് ശ്രമം നടത്തി. ഈ മൃഗങ്ങളുമൊക്കെ ആയിട്ടും മലമണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറിയതൊക്കെ ഭാവനയിൽ കാണുമ്പം ഇരുന്ന് ചിരിക്കാനേ തോന്നുള്ളൂ. പക്ഷേ 4 സ്ഥലത്ത് നിന്നും ഇസ്രായേലിനെ ഈ ബിലയാം എന്ന പ്രവാചകൻ, ആഭിചാരകനാണ് അയാൾ, ദർശിച്ചത് 4 വ്യത്യസ്ത മഹത്വങ്ങളോടുകൂടെ, അല്ലെ? സ്തോത്രം, നമുക്ക് അറിയാമല്ലോ. 4 സ്ഥലങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഇസ്രായേലിനെ ബിലയാം ശപിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴും താൻ ഓരോ പ്രാവശ്യവും ഇസ്രായേലിന്റെ വ്യത്യസ്തമായ പ്രത്യേകതകളെ കുറിച്ച് എടുത്തു പറയുകയാണ് ചെയ്തത്. ദൈവജനത്തെ പല കോണുകളിൽ നിന്ന് കണ്ടപ്പോൾ ഈ പ്രത്യേകതകൾ അവരിൽ തോന്നിയെങ്കിൽ സാക്ഷാൽ ദൈവത്തെ നാം അടുത്ത് അറിയുമ്പോൾ, വ്യത്യസ്ത കോണുകളിൽ നിന്ന് ദർശിക്കുമ്പോൾ, പ്രത്യേക തലങ്ങളിൽ നാം മനസ്സിലാക്കുമ്പോൾ ഇതേപോലെ എത്രയോ ശ്രേഷ്ഠതയേറിയ അനുഭവങ്ങളായിരിക്കും എന്ന് ഒന്ന് മനസ്സിൽ കരുതുക. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ഗാഡ്. So God is compared with some sorts of diamonds here, precious stones. Is differently glorious, majestic, reflective, lightning from different angles. Every angle is unique. In the same way, God is a crystal like. Here John comparing God. Okay, it is not God's shape. Okay, ഈ വജ്രത്തിന്റെ
ഡയമണ്ടിന്റെ രൂപമൊന്നുമല്ല ദൈവത്തിന്, അങ്ങനെ ചിന്തിക്കരുത്. സ്തോത്രം. ദൈവം മഹത്വത്തെയാണ് അവിടെ തനിക്ക് പറ്റുന്നതിന്റെ പരമാവധിയിൽ ഉപമിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ നിലയിൽ ദൈവമഹത്വത്തെ നമുക്ക് ദർശിക്കുവാൻ, അടുത്ത് അറിയുവാനായിട്ട് സാധിക്കും. നാം അതേ തുടർന്ന് ദൈവം തൻ്റെ ജനത്തിന്റെ നടുവിലിരിക്കുന്നതിനെ കുറിച്ച് കണ്ടു. സ്തോത്രം. നാം നിത്യതയിലെത്തുമ്പോഴും അതുപോലെ തന്നെയായിരിക്കും. ചുറ്റിലും ദൈവത്തിന്റെ മക്കൾ, വിശുദ്ധന്മാർ ചുറ്റി നിൽക്കുന്ന ഒരു ദൈവം, ഒരു ദൈവസിംഹാസനം. അതിന് ഇസ്രായേലിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടും നാം വിശദീകരണം കാണുകയുണ്ടായി. പിന്നെ നാം കണ്ടത് 4 ജീവികളാണ്. ഈ 4 ജീവികളുടെ 4 മുഖങ്ങൾ, ആ 4 മുഖങ്ങൾ യേശുക്രിസ്തുവിന്റെ 4 വിധമായ ശുശ്രൂഷകളെ, അവസ്ഥകളെ, പദവികളെ കാണിക്കുന്നതായും ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ 4 ഗ്രന്ഥങ്ങൾ, സുവിശേഷ ഗ്രന്ഥങ്ങളുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും നമ്മൾ കണ്ടു. സ്തോത്രം. അങ്ങനെ 4 ജീവികളുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളും നാം പങ്കുവച്ചു. യേശുക്രിസ്തുവിന്റെ രാജത്വത്തെയും ലയൻ അഥവാ സിംഹം, സിംഹമുഖം യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ ചിത്രീകരിക്കുന്നു. കാളമുഖം യേശുക്രിസ്തുവിന്റെ യഹോവയുടെ ദാസൻ എന്ന രൂപത്തെയും, അതിലുപരി മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി യാഗമാകുന്ന, പ്രായശ്ചിത്തമായി തീരുന്ന നമ്മുടെ കർത്താവിന്റെ അവസ്ഥയെയും കാണിക്കുന്നു. കാള അത് ദാസ്യത്വത്തിൻ്റെയും രൂപമാണ്, യാഗവസ്തുവായിട്ടും നമുക്ക് കാണാം. അങ്ങനെ യഹോവയുടെ ദാസൻ എന്ന നിലയിൽ ക്രിസ്തു നമുക്കൊക്കെ വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗ അവസ്ഥയെയും കാളമുഖം വ്യക്തമാക്കുന്നു. യേശു മനുഷ്യമുഖം, മാനുഷമുഖം യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. സ്തോത്രം. ജീസസ്, the word became flesh, God in the flesh, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം. സ്തോത്രം. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി യേശുവിൽ വസിക്കുന്നു എന്ന് നാം കൊലോസ്യർക്കുള്ള ലേഖനത്തിൽ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ, ജഡധാരണത്തെ ചിത്രീകരിക്കുന്നു. കൂടാതെ കഴുകുമുഖം, ഈഗിൾ, അത് ക്രിസ്തുവിന്റെ ദൈവത്വത്തിനും പ്രതീകമായി നിൽക്കുന്നു എന്ന് നാം കാണുകയുണ്ടായി. സ്തോത്രം. കൂടാതെ ഈ 4 എന്നൊരു സംഖ്യ ദൈവസിംഹാസനവുമായി ബന്ധപ്പെട്ടാണ് ഈ ജീവികളെ കാണുന്നത്. ഈ ജീവികൾ, ഈ 4 എന്ന സംഖ്യ മുഴു ലോകത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. 4 ദിശകൾ, 4 directions, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും, 4 directions. ഭൂമിയുടെ 4 ദിശകളെ, ഭൂമിയുടെ 4 വശങ്ങളെ ചിത്രീകരിക്കുന്നതാണ് 4 എന്ന സംഖ്യ. അപ്പോൾ ഇവർ, ഈ 4 ജീവികൾ ദൈവസിംഹാസനത്തോട് അടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, സ്തോത്രം, സർവഭൂമിയുടെയും സർവസൃഷ്ടിയുടെയും ഒരു പ്രാതിനിധ്യം ഈ ജീവികൾക്കുണ്ട്.
അതുപോലെ ഈ 4 ജീവികൾ മുഴു സൃഷ്ടിയെയും പ്രതിനിധീകരിക്കുന്നു എന്നതിനുള്ള മറ്റൊരു തെളിവ് അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത് യഹൂദന്മാരും മറ്റും സർവ സൃഷ്ടികളെയും 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ജീവജന്തുക്കളെ 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് കാട്ടുമൃഗങ്ങൾ, വൈൽഡ് അനിമൽസ്. 2 ഡൊമസ്റ്റിക് അനിമൽസ്, വളർത്തുമൃഗങ്ങൾ അല്ലെങ്കിൽ നാട്ടുമൃഗങ്ങൾ. പിന്നൊന്ന് സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ. 4 ചിറകുകളുള്ള ജീവികൾ, അത് ആകാശത്തിൽ പറക്കുന്നവയായാലും വെള്ളത്തിൽ ചലിക്കുന്നവയായാലും. അപ്പോൾ പക്ഷികളെയും, പക്ഷങ്ങളുള്ള ജീവികൾ, പക്ഷികളെയും മത്സ്യങ്ങളെയും ഒരു ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയിൽ നമുക്കുള്ള എല്ലാ ജീവജന്തുക്കളെയും കൂടെ 4 ഭാഗങ്ങളിൽ അല്ലെങ്കിൽ 4 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. സിംഹം അതിൽ വന്യമൃഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. കാള വളർത്തുമൃഗങ്ങളെ, മാനുഷ്യമുഖം മനുഷ്യ സമുദായത്തെ, 4 കഴുകൻ 4ാമത്തെ വിഭാഗമായ പക്ഷികൾ, പക്ഷങ്ങളുള്ള ജന്തുക്കളെ, ചിറകുകളുള്ള ജന്തുക്കളെ. അതിലും എന്ത് സംഭവിക്കുന്നു? സകല സൃഷ്ടിയുടെയും ഒരു പ്രാതിനിധ്യം അവിടെ ലഭിക്കുന്നു. അപ്പോൾ ഈ 4 ജീവികൾ അവിടെ കാണപ്പെടുന്നത് സകല സൃഷ്ടിയുടെയും പ്രതിനിധികൾ എന്ന നിലയിലാണ്. അവയ്ക്ക് എന്താണ് ചെയ്യാനുള്ളത്? വാട്ട് ഡു ദേ ഡു? അവരവിടെ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷ എന്തുവാ? ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിശ്രമം കൂടാതെ. സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുകയാണ് അവർ. എല്ലായ്പ്പോഴും ദൈവമഹത്വത്തിന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നവർ, ദൈവമഹത്വത്തിന്റെ പ്രഘോഷകർ, ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ. സ്തോത്രം. അവർ ദൈവ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാം. സ്തോത്രം. പലയിടങ്ങളിലും നമുക്കങ്ങനെ അവരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്താം. നാം യെഹെസ്കേൽ 1-ാം അധ്യായത്തിൽ കണ്ടു കഴിഞ്ഞു. നമുക്കവയെ ദൈവസിംഹാസനത്തോടൊത്ത് സഞ്ചരിക്കുന്നതായി കാണുവാൻ പറ്റും. യെഹെസ്കേൽ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, 22, 26 വാക്യങ്ങൾ. എസെക്കിയേൽ ചാപ്റ്റർ 1 verses 6, 10, 22 and 26. In all these verses we see these 4 creatures are so much associated with the throne of God. ദൈവസിംഹാസനത്തിന്റെ അകമ്പടി സേവിക്കുന്നവരായി നമുക്ക് ഇവരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇവരുടെ പ്രത്യേകത നാം കാണുന്നു. അകത്തും പുറത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥവും നമ്മൾ കണ്ടു കഴിഞ്ഞു. They are very wise creatures. ആ കണ്ണുകൾ അവരുടെ ജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാണ്. കണ്ണുകൊണ്ട് നാം കാണുന്നു, കണ്ട് നാം അറിയുന്നു. അതുകൊണ്ട് കണ്ണുകൾ ജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാണ്. അകത്തും പുറത്തും കണ്ണുകളുള്ള ഈ ജീവികൾ ഏറെ ജ്ഞാനികളായ ജീവികളാണ് എന്ന്
നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എസെക്കിയേൽ 1:10, യെഹെസ്കേൽ 1:10 നാം അത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ ജീവികൾക്കും അങ്ങനെ തന്നെ നാം കാണുന്നുണ്ട്. അകവും പുറവും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എന്ന്. സ്തോത്രം. യെഹെസ്കേൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, when we come to Ezekiel chapter 10 verses 20 and 22, 10-ന്റെ 20-ഉം 22-ഉം വാക്യങ്ങളിൽ നാം ഇവരെ കെരൂബുകളായിട്ട് കാണുന്നുണ്ട്. They are identified as cherubims in Ezekiel 10, 20 and 22. അപ്പോൾ അവിടെ നാം ഈ ജീവികളെ കെരൂബുകളായിട്ട് കാണുന്നുണ്ട്. ഈ ജീവികൾക്കെല്ലാം കെരൂബുകളുടെ ഒരു ആകൃതിയാണ് നമുക്ക് മൊത്തത്തിൽ കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് ഇവയെ കെരൂബുകൾ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കെരൂബുകൾ, ചെറൂബീംസ്. അവരുടെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ. സ്തോത്രം. നാം ഉൽപ്പത്തി മുതൽ കെരൂബുകളെ കാണുന്നുണ്ട്. കെരൂബുകൾ ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദം ഹവ്വമാരെ തിരികെ ജീവവൃക്ഷത്തിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് പുറത്താക്കിയപ്പോൾ കാവലിന് ദൈവം നിർത്തിയത് ഈ ജീവികളെയാണെന്ന് നമുക്കറിയാം. സ്തോത്രം. അത് നാം ഉൽപ്പത്തി 3-ന്റെ 24-ാമത്തെ കാണുന്നുണ്ട്. 3:24 Genesis. There we see these cherubims. There is the first instance we see them. They were guarding the tree of life. That the excommunicated couple, Adam and Eve, should not get back to the tree of life, and they should not live forever in that fallen condition. അവർ വീണുപോയ അവസ്ഥയിൽ തന്നെ ഒരിക്കലും വീണ്ടെടുക്കപ്പെടാൻ കഴിയാത്തവരായി എന്നേക്കും ജീവിച്ചിരിക്കരുതെന്ന് ദൈവം കരുതിക്കൊണ്ടാണ് ഏദനിൽ നിന്ന് അവരെ പുറത്താക്കിയതും ജീവവൃക്ഷത്തിലേക്ക് അവർ കൈ നീട്ടാതിരിക്കേണ്ടതിന് കെരൂബുകളെ കാവലാക്കിയതും. മനസ്സിലായല്ലോ? ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ദൈവം എന്തോ ഒരു കരുണയില്ലാത്തവനാണ്, പാവം അതുങ്ങളെ രണ്ടുപേരെയും കൂടെ ഒറ്റ തെറ്റ് ചെയ്തപ്പോഴേ ഇറക്കി വിട്ടെന്ന്. അവരെ ഇറക്കി വിട്ടതും എന്താണ്? ദൈവത്തിന്റെ സ്നേഹപ്രവർത്തിയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട 2 പ്രകൃതങ്ങളെ മനസ്സിലാക്കാം. കേട്ടിട്ടുള്ള ചിലരിവിടെ ഇരിപ്പുണ്ട്, ഞാൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളവരുണ്ട്, എങ്കിലും ആവർത്തിക്കുന്നു. 2 പ്രകൃതങ്ങൾ, 2 natures of God are very evident from the book of Genesis or from the very initial chapters of the Bible. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സൃഷ്ടിപ്പും വീണ്ടെടുപ്പും. വെരി ഗുഡ്. ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് റിഡംപ്റ്റീവ് നേച്ചർ. ദൈവത്തിന്റെ സൃഷ്ടി നടത്തുന്ന ഒരു പ്രകൃതവും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രകൃതവും ഉൽപ്പത്തി ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് കാണാം. സ്തോത്രം. ഇതിൽ 2ലും ദൈവത്തിന്റെ സ്നേഹം തെളിഞ്ഞു നിൽക്കുകയാണ്. റിഡംപ്റ്റീവ്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രകൃതമാണ് മനുഷ്യനെ പുറത്താക്കുന്നതിൽ പോലും തെളിഞ്ഞു നിൽക്കുന്നത്. അതിലും ദൈവത്തിന്റെ സ്നേഹമാണുള്ളത്. സ്തോത്രം. അവയെല്ലാം നാം നമ്മുടെ വീണ്ടെടുപ്പുമായി ചേർത്ത് ചിന്തിക്കണം. അവിടേക്ക് ഞാൻ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ അതിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം പാപം ചെയ്ത മനുഷ്യനെ ഏദനിൽ നിന്ന് പുറത്താക്കി. എന്തുകൊണ്ട്? അവർ ആ പാപം ചെയ്ത അവസ്ഥയിൽ തന്നെ
ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ പറിച്ചു തിന്നിട്ട് എന്നേക്കും ജീവിച്ചിരിക്കരുത് എന്ന് കരുതി. അവർ അന്ന് ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ പറിച്ച് തിന്നിരുന്നെങ്കിലോ? പറഞ്ഞുള്ളൂ. അവരെ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. സ്തോത്രം. They would become unredeemable. ഒരിക്കലും വീണ്ടെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അവർ മാറിപ്പോയനെ. അങ്ങനെയാകാതിരിക്കാനാണ് ഈ കെരൂബുകളെ അവിടെ കാവലാക്കിയെന്ന് നാം കാണുന്നത്. നമ്മുടെ വിഷയം കെരൂബുകളായതുകൊണ്ട് തിരികെ വരുന്നു. സ്തോത്രം. നാം കൂടാതെ കെരൂബുകളെ ദേവാലയവുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. സ്തോത്രം. ദേവാലയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിൽ വേണ്ട, സമാഗമന കൂടാരത്തിൽ പോലും ദേവാലയം എന്ന് പറയുന്നത് എന്താ, പക്ക ബിൽഡിംഗ് കേട്ടോ, കെട്ടിടമായ ശേഷമുള്ള കാര്യമാണ്. യെരുശലേമിൽ കെട്ടിടമായി ദേവാലയ നിർമ്മിതിക്ക് ശേഷമാണ് ദേവാലയം എന്ന് പൊതുവെ വിളിക്കുന്നത്. അതിനു മുൻപൊക്കെ സമാഗമന കൂടാരം ആലയം എന്ന് വിളിച്ചിട്ടുണ്ട് ചുരുക്കം സന്ദർഭങ്ങളിൽ. ബാക്കി സമാഗമന കൂടാരം അല്ലെങ്കിൽ കൂടാരം എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അത് പല സ്ഥലങ്ങളിലായിരുന്നു, മാറി മാറി വന്നു. ഇനി സമാഗമന കൂടാരമായാലും അല്ല യെരുശലേം ദേവാലയമായാലും രണ്ടിടത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? കൃപാസനം. കൃപാസനം. സ്തോത്രം. ആ കൃപാസനം എന്ന് പറയുന്നത് ദൈവം ഇരിക്കുന്ന ഇടമെന്ന മെഴ്സി സീറ്റ്. കൃപാസനം. സ്തോത്രം. The throne of grace, mercy seat. ആ കൃപാസനത്തോട് ചേർന്ന് അവർക്ക് പണിത് വെക്കുവാൻ ദൈവം ഒരു കൽപ്പന കൊടുത്തിരുന്നു. എന്തിനെ പണിയാനായിരുന്നു? കെരൂബുകളെ രണ്ട് കെരൂബുകൾ ചിറക് വിരിച്ച് ഒന്നിന്റെ ചിറകും മറ്റേതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം. അതിൻ്റെ ആ വിരിച്ചു നിൽക്കുന്ന കെരൂബുകൾ ചിറക് വിരിച്ചു നിൽക്കുന്നതിൻ്റെ കീഴെ കൃപാസനം വയ്ക്കുക. സ്വർഗത്തിന്റെ ഒരു മാതൃകയായിരുന്നു അത്. അത് വിഗ്രഹമല്ല, കെരൂബുകളെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല. അവിടെ കെരൂബുകൾക്കല്ല പ്രാധാന്യം. ആരെങ്കിലും അവിടെ കെരൂബുകൾക്ക് പ്രാധാന്യം നൽകുന്നെങ്കിൽ തെറ്റിപ്പോയി. ആ കാണുവാൻ കഴിയുന്ന കെരൂബുകളുടെ ചിറകുകൾക്കടിയിൽ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് വഴങ്ങാത്ത അതിപ്രധാനമായ ഘടകമുണ്ട്. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം അത് നമുക്ക് പലയിടങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മത് കാണുന്നു പുറപ്പാട് പുസ്തകം 26:31 വാക്യത്തിൽ, എക്സോഡസ് 26:31 നാം അവിടെ കാണുന്നത്, എടുത്തെങ്കിൽ വായിച്ചോളൂ. ഒത്തിരി നേരം ആയല്ലോ വായിച്ചിട്ട്. പൊന്ന് പതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിസ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേണം. വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കർട്ടൻ, ഒരു തിരശീല. ആ തിരശീലയുടെ മേൽ കെരൂബുകളുടെ രൂപം ഉണ്ടായിരുന്നു.
ഇനിയും 25:18 തൊട്ട് 25:18-21. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തും അടിപ്പുപണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്ത് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വെക്കണം. ഇവിടെ എല്ലാം നാം കാണുന്നത്, കാണാൻ കഴിയുന്നത് എന്തേ ഉള്ളൂ? കെരൂബുകൾ. കെരൂബുകൾ. പക്ഷെ ഇവിടെ കെരൂബുകളെ വെച്ചാരാധനയല്ല നടത്തുന്നത്. സ്വർഗത്തിന്റെ മാതൃകയിലാണ് ഈ സമാഗമന കൂടാരവും അതിന്റെ ഉപകരണങ്ങളും ഉണ്ടാക്കപ്പെടുന്നത്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ആവർത്തിച്ചു പറയുന്നു മോശയോട്, സൂക്ഷിച്ചുകൊള്ളുക. എന്ത്? ഞാൻ നിനക്ക് പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. മോശയെ ദൈവം 40-80 ദിവസം ഉപവാസത്തിന് വിളിച്ചപ്പോഴേ തൻ്റെ അടുക്കലിരുത്തി എന്തുവാ കാണിച്ചു കൊടുത്തത്? സ്വർഗത്തിന്റെ ഈ ഒരു ചിത്രമായിരുന്നു. അതേ കാര്യം തന്നെ ഇവിടെ യോഹന്നാൻ അത് കുറെ കൂടെ വ്യത്യസ്ത നിലയിൽ, പ്രത്യേക നിലയിൽ കാണുന്നു. സ്തോത്രം. അപ്പോൾ യെരുശലേം ദേവാലയത്തിലോ സമാഗമന കൂടാരത്തിലോ പണിതു വെച്ച കാര്യങ്ങളൊക്കെ സ്വർഗത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. ആ പ്രതീകമാണ് ഇവിടെ നാം കാണുന്നത്. കെരൂബുകൾ ചിറക് വിടർത്ത് നിൽക്കുന്നു. ആ ചിറക് വിടർത്ത് നിൽക്കുന്ന കെരൂബുകളുടെ ചിറകുകൾക്ക് കീഴെ അതിന്റെ തണലിൽ കൃപാസനം വയ്ക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് നാം അത് കാണുന്നത്. സ്തോത്രം. ദൈവ സാന്നിധ്യത്തെ. അപ്പോൾ കെരൂബുകളല്ല ഇവിടുത്തെ വിഷയം, പകരം കെരൂബുകൾ വഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, അല്ലെ തിരുസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവസിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്ന കെരൂബുകളെയാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അതുകൂടാതെ 1 രാജാക്കന്മാർ 6-ാം അധ്യായം 23 മുതൽ 30 വരെയും, 1 Kings chapter 6 verses 23-30 and 2 Chronicles chapter 3 verse 7, 2 ദിനവൃത്താന്തം 3:7 ഇവിടങ്ങളിൽ നാം കാണുന്നത് എന്താണ്? സ്തോത്രം. ശലോമോന്റെ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയം എന്ന് നമ്മൾ വിളിക്കുന്നത് അതിനെയാണ്. അതുവരെ കൂടാരത്തിലായിരുന്നു പെട്ടകം വെച്ചിരുന്നത്. ശലോമോനാണ് അത് ഒരു കെട്ടിടമായിട്ട് പണിതത്. ആ ദേവാലയത്തിൽ, ശലോമോൻ പണിത യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥനാ സ്ഥലങ്ങളുടെ ഭിത്തികളിന്മേൽ കെരൂബുകളുടെ രൂപം ഉണ്ടായിരുന്നു. സ്തോത്രം. കെരൂബുകളുടെ രൂപം ഉണ്ടായിരുന്നു. 2 ദിനവൃത്താന്തം 3:7 വാക്യം. മറ്റേത് കൂടുതലുണ്ടല്ലോ, അത് നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. അവൻ ആലയവും തുലാങ്ങളും കാലുകളും ചുവരുകളും കതകുകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂബുകളെയും കൊത്തിച്ചു. സ്തോത്രം. അപ്പൊ ഈ കെരൂബ് കാണുന്നിടത്തൊക്കെ നാം എന്താണ് കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്? ദൈവിക സാന്നിധ്യമാണ്. സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ
വാഹകരും പ്രതീകങ്ങളുമായിരുന്നു ഈ കെരൂബുകൾ പഴയ നിയമഭാഗങ്ങളിൽ. അതാണ് നാം അവിടങ്ങളിലൊക്കെ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് യഹൂദന്മാരും നമ്മളും ദൈവത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. പറയാമോ? കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവൻ. ആമേൻ. കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനെന്നും കെരൂബുകളിന്മേൽ വസിക്കുന്നവനെന്നും ദൈവത്തെ നാം വിളിക്കാറുണ്ട്. അതിനും ചില വാക്യങ്ങൾ എടുത്തു പറയുന്നു. 2 രാജാക്കന്മാർ 19:15, 2 Kings 19:15, സങ്കീർത്തനം 80:1, Psalms 80:1, 99:1, 99-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, യെശയ്യ 37:16, യെശയ്യാവ് 37:16. ഇവിടെയെല്ലാം നാം ദൈവത്തെ സംബോധന ചെയ്യുന്നത് കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനെ എന്നാണ്. സ്തോത്രം. കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവൻ, കെരൂബുകളിന്മേൽ വസിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ ദൈവത്തെ സംബോധന ചെയ്യുന്നു. സ്തോത്രം. പിന്നീട് നാം കാണുന്നത് ദൈവം കെരൂബുകളെ വാഹനമാക്കി വരുന്നവനെന്നും കൂടെ നാം കാണുന്നുണ്ട്. സങ്കീർത്തനം തന്നെ 18:12 വാക്യത്തിൽ, 18:12 Psalm, അവിടെ നാം കാണുന്നു, സ്തോത്രം, കാറ്റിൻ ചിറകിന്മേൽ മാത്രമല്ല കെരൂബുകളുടെ ചിറകിന്മേലും സഞ്ചരിക്കുന്നവനെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ കൊണ്ട് നടക്കാൻ വാഹനമൊന്നും വേണമെന്നല്ല കേട്ടോ. സ്തോത്രം. നമ്മുടെ ഭാരതീയ ആദർശമനുസരിച്ച് ദൈവങ്ങളെ വഹിക്കുന്ന ജീവികളുണ്ടല്ലോ, ചിലരുടെ വാഹനങ്ങളാണെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ കെരൂബുകൾ ദൈവത്തെയും കൊണ്ട് നടക്കുന്നു, അവയില്ലെങ്കിൽ ദൈവത്തിനെങ്ങും പോകാനൊക്കത്തില്ല എന്നൊന്നുമുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. സ്തോത്രം. സ്വർഗത്തിന്റെ ഒരു ചിത്രം എന്ന് മാത്രം. അപ്പോൾ ഈ നിലയിൽ ഈ ജീവികളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽക്ക് ഇങ്ങോട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 4 ജീവികളുടെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. ദൈവസിംഹാസനത്തോടൊപ്പം ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ജീവികളായി നമുക്കിവയെ കാണാം. ഇവ ദൂതഗണത്തിൽപ്പെട്ട ഒന്നാണ്. സാധാരണ നാം ദൂതന്മാരെന്ന് പറയുന്ന ആ ഗണമല്ല, പക്ഷേ ദൂതഗണങ്ങൾ പല വിധമുണ്ട്. സാറാഫുകളായി, കെരൂബുകളായി, അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഇവ. സ്തോത്രം. അതുപോലെ തന്നെ 4 എന്ന സംഖ്യയും അവയുടെ 4 മുഖങ്ങളും നാം കണ്ടു. മുഴു സൃഷ്ടിയെയും മുഴു പ്രപഞ്ചത്തെയും മുഴു ഭൂമിയെയും പ്രതിനിധാനം ചെയ്യുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണം? സ്തോത്രം. 4 ജീവികൾ എന്ന് പറയാം. 1 ഈ സിംഹം, 2 കാള, 3 മനുഷ്യന് ജീവി എന്ന് എങ്ങനെ പറയുന്നത്? മനുഷ്യ ജീവി. മനുഷ്യനെ ജീവി എന്ന് അവിടെ ആര് പറഞ്ഞിരിക്കുന്നു? കാളയും സിംഹവും ഉണ്ടോ അവിടെ? 3-ാം ജീവി മനുഷ്യനെ പോലെ. അപ്പം മനുഷ്യനെ പോലെന്നല്ലേ ഉള്ളൂ. മനുഷ്യന് അവിടെ ജീവിയായിട്ട് കണ്ടിട്ടില്ലല്ലോ. അവിടെ ഉള്ളത് എന്തുവാ? മനുഷ്യനാണോ? കെരൂബുകൾ. അവിടെ ഉള്ളത് 4 ജീവികളാ. ആ ജീവികളുടെ സാദൃശ്യമാണ് 4 സിംഹത്തിന്റെ മുഖം പോലെ. അവിടെ സിംഹമാണോ ഉള്ളത്? Understood. Yes. Got it? Thank you. Okay.
അപ്പോൾ അവിടെ 4 ജീവികൾ ഉണ്ട്. അതുകൊണ്ട് ആ പാട്ടിനകത്തും പാടാറുണ്ടല്ലോ, 4 ജീവികൾ വസിക്കുന്ന, ഏതൊരു പാട്ടിലുണ്ടല്ലോ അത്. 4 ജീവികൾ പാടും അവിടെ. ആ അതെ അതെ, യേശു ശുദ്ധസ്തുതിക്ക് യേശു യേശു മഹോന്നതനെ. ഓക്കെ ഓക്കെ, ഗുഡ്. യേശു മഹോന്നതനെ. അപ്പോൾ ഈ 4 ജീവികൾ അത് സിംഹവും കാളയൊന്നും അല്ല, അപ്പൊ വേറെ ജീവികളാ. ആ ജീവികളാണ് ദൈവത്തിന്റെ ഒരു തരം സൃഷ്ടി. അവയ്ക്ക് കൂടുതൽ സാദൃശ്യം ദൂതന്മാരോടാണ്. കാരണം ദൂതന്മാർ പലവിധമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വിധങ്ങളാണ് കെരൂബുകളും സാറാഫുകളും. അങ്ങനെയുള്ള 4 ജീവികൾ. എന്നാൽ അവയുടെ രൂപസാദൃശ്യമാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞത്. സിംഹവും കാളയും മാനുഷമുഖവും കഴുകുമുഖവും. ഓക്കെ, സ്തോത്രം. Now it is clear. Okay, good. ഓക്കെ ഓക്കെ ഓക്കെ, സ്തോത്രം. ശരി, മറ്റെന്തെങ്കിലും? എങ്കിൽ ഇവയുടെ ജോലി എന്താ? ഇവയുടെ കടമ എന്താ? ഇവരെന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ആദ്യം ഒന്നും കൂടെ ആവർത്തിക്കുന്നേ ഉള്ളൂ. എന്താ ഇവ ചെയ്യുന്നത്? They are praising God night and day. സ്തോത്രം. ഓക്കെ, ഓൺലി ദാറ്റ്. രാപ്പകലുകൾ അവ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഗിവിങ് ഗോഡ് ദ ഗ്ലോറി. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഗ്ലോറിഫൈങ് ഗാഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. ബട്ട് അഗെയിൻ ദ ക്വസ്റ്റ്യൻ, ഹൗ? എങ്ങനെയാണ് അവ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെയാ ഈ 4 ജീവികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ദൈവം പരിശുദ്ധൻ 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 എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട്. ഓക്കെ, ബൈ ഓറലി പ്രൈസിങ്. അധരങ്ങൾ കൊണ്ട് സ്തുതി പാടി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് മാത്രമല്ല, എസെക്കിയേലി പറന്നുകൊണ്ട് 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതും കൂടാതെ അത് നമുക്ക് 1-ാമത്തെ ഗണത്തിൽപ്പെടുത്താം. ഇനി അവർ നിന്നുകൊണ്ടോ പറന്നുകൊണ്ടോ ചെയ്യട്ടെ, പക്ഷെ അധരങ്ങൾ കൊണ്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അത് കൂടാതെ ശരിയാ, ഇപ്പൊ നമ്മൾ വായിച്ച വേദഭാഗത്ത് നിന്ന് വേറൊന്നും നമുക്ക് കിട്ടത്തില്ല. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 6:1. Now I watched കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ഈ 4 ജീവികൾക്ക് മറ്റെന്തെങ്കിലും ദൗത്യമുണ്ടോ? സ്തോത്രം. അവർ 24 മണിക്കൂറും ദൈവത്തെ അധരങ്ങൾ കൊണ്ട് മഹത്വപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്. യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്നതിനാൽ മാത്രമല്ല അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പിന്നെ
സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടും ദൈവത്തിന് ചെയ്യാനുള്ളത് അല്ലെ ദൈവം ആഗ്രഹിക്കുന്നത് അവർ ചെയ്തുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവ ഹിതം നിറവേറ്റിക്കൊണ്ടും. 15:7 കൂടെ 15:7 ആനെ സിസ്റ്റർ ഒന്ന് വായിച്ചോ. 15:7 Revelation. And one of the 4 living creatures gave to the 7 angels 7 golden bowls full of the wrath of God, who lives forever and ever. Again we see there, these 4 creatures are very much engaged in divine judgment upon the earth. ഭൂമിമേലുള്ള ദൈവിക ന്യായവിധിയിൽ ദൈവഹിതത്തെ നിവർത്തിക്കുന്നവരായി നമുക്കിവരെ കാണാം. മുൻപോട്ടുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കും, ദൈവം അനുവദിക്കുന്നെങ്കിൽ, പ്രധാനപ്പെട്ട 3 ന്യായവിധികൾ. മുദ്രകൾ കൊണ്ടുള്ള ന്യായവിധിയുണ്ട്, കാഹള ന്യായവിധിയുണ്ട്, കലശ ന്യായവിധിയുണ്ട്. കലശം എല്ലാവർക്കും കിട്ടിയില്ലല്ലേ? Vials. Yeah, vials, yeah, bowls. So particularly 3 judgments are recorded from chapter 6 to 18. We have 3 sorts of, or 3 facets of judgments. Seal judgments എല്ലാം നമുക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളത് കുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പർപ്പസിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. സീൽ ജഡ്ജ്മെന്റ്സ് അഥവാ മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, ട്രംപറ്റ് ജഡ്ജ്മെന്റ്സ് കാഹള ന്യായവിധി, then vial ബൗൾ ജഡ്ജ്മെന്റ്സ് കലശം അല്ലെങ്കിൽ കുടം, അതിൽ കൂടെയുള്ള ന്യായവിധി. ഇവിടെ നാം ഈ 4 ജീവികളെ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നവരായി മാത്രമല്ല കാണുന്നത്. അവർ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയുടെ മേൽ ചെയ്യുവാനുള്ള മറ്റ് ചില കർമ്മങ്ങളെ ചെയ്തുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പ്രധാനമായും ഈ 2 രീതികൾ നാമും അവലംബിക്കണം. ഈ 2 രീതികളിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന് അധരങ്ങൾ കൊണ്ട്, ബൈ അറ്ററിങ് ഓർ ബൈ ഓറൽ പ്രൈസിങ്, വാഗൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തണം. അതിനേക്കാൾ പ്രധാനമായി നമ്മൾ ദൈവഹിതത്തെ നിവർത്തിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവ ഇഷ്ടത്തെ പൂർത്തീകരിച്ചുകൊണ്ട് വേണം നാം അധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അധരങ്ങളാൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നാം തിരുഹിതം നിവർത്തിച്ചുകൊണ്ട് വേണം ചെയ്യുവാൻ എന്നർത്ഥം. സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ. So these are the 2 specific ways that we should magnify our God. One is oral praising. Oral praising.
ഇന്നലെ ഞങ്ങളുടെ കൊച്ചു കൂടിവരവിൽ ഇതേ സംബന്ധിച്ചൊരു കാര്യം ചിന്തിച്ചിരുന്നു. നമ്മൾ ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ട് സമയം വേർതിരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാനായിട്ടും. പക്ഷേ ദൈവത്തെ സ്തുതിക്കാനായിട്ടോ? പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം സ്തോത്രം 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 എന്നൊക്കെ പറയും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന അതല്ല. അതൊരു സ്റ്റാർട്ടർ പോലെ അല്ലേ? ചിലർ കണ്ടിട്ടില്ലേ, ആഹാരമൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക. അപ്പം സാലഡോ പപ്പടമോ അച്ചാറോ ഒക്കെ കൊണ്ടുവച്ചാൽ ചിലരുടെ അതിൽ നിന്ന് ഇച്ചിരിടത്തുനിന്ന് ബാക്കിയുള്ളതൊക്കെ വരുമ്പോഴത്തെ ചിലപ്പം പ്ലേറ്റ് പോലും വെച്ചിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ ഇതെന്തെങ്കിലുമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാതിന്നോ, ഞാനത് കഴിച്ചില്ലല്ലോ, ഇതൊന്നും ഉപ്പ് നോക്കിയെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്തോത്രവും സ്തുതിയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ചിലരോട് എപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഒരു 5-8-10 സ്തോത്രം ഒരുമിച്ച് പറയാതെ അത് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രാർത്ഥിക്കാമെന്നാണെങ്കിൽ സ്തോത്രം 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 പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കും. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അത് നമ്മളങ്ങ് പഠിച്ചു വെച്ച് അങ്ങായിപ്പോയത് അതല്ല. മനഃപൂർവമായി നമ്മൾ സമയമെടുത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം. അത് 2 രീതിയിലുണ്ട്: പേഴ്സണൽ വർഷിപ്പ് ആൻഡ് പബ്ലിക് വർഷിപ്പ്. വ്യക്തിപരമായി നാം ദൈവത്തെ സ്തുതിക്കണം, ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ഒറ്റയ്ക്ക് പാർക്കുന്നവരായാലും കൂട്ടത്തിൽ പാർക്കുന്നവരായാലും. 2, പരസ്യമായി നാം ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥകളുണ്ട്. ഇത് രണ്ടും നാം ചെയ്യണം. അങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇവിടെ ഈ 4 ജീവികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നാം പല ഭാഗത്തും കാണുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ അവർ ദൈവം ആരാണെന്ന് ദൈവത്തോട് പറയുകയാണ്. ദൈവം എന്താണെന്ന് ദൈവത്തോട് പറയുകയാണ്. So this is one of the ways we have to glorify God. Orally uttering or saying unto the Lord what he is, who he is. Here these 4 angels glorifying God in first instance by confessing unto the Lord himself that you are holy, holy, holy. ദൈവത്തോട് തന്നെ ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും നമുക്ക് പറയാം. അത് ദൈവത്തെ അധരങ്ങൾ കൊണ്ട് മഹത്വപ്പെടുത്താനുള്ള ഒരു വഴിയാണ്. വെറുതെ സ്തുതി 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 എന്ന് പറയുന്നതല്ല ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടോ. സ്തുതി സ്തുതി എന്നൊന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല. പക്ഷേ ദൈവം ആരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഒന്നുകിൽ ദൈവത്തോട് പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാം. ഞാൻ ഈ വിഷയത്തിൽ മിക്കപ്പോഴും ഉപമിക്കാറുള്ള 2 ഭാഗങ്ങളാണ് യെശയ്യാ 6-ഉം വെളിപ്പാട് 4-ഉം. നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ കാര്യം. നമ്മുടെ കൂട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ടത്. എന്ന് വെച്ചാൽ യെശയ്യാവിൽ നാം എന്താ കാണുന്നത്? യെശയ്യാ 6-ാമത്തെ അധ്യായത്തിൽ സാറാഫുകൾ തമ്മിൽ തമ്മിൽ പറയും. ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ്. അവർ തമ്മിൽ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എന്നാൽ ഇവിടെ 4-ാം അധ്യായം വെളിപ്പാടിലോ ദൈവത്തോട് പറയും. ദൈവത്തോട് പറയുക, യഹോവ പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഈ 2 രീതികളും നമുക്ക് അവലംബിക്കാം അധരങ്ങളാലുള്ള മഹത്വീകരണത്തിന്. ഒന്നുകിൽ നമുക്ക് തമ്മിൽ, നമ്മളൊക്കെ ഫോൺ ചെയ്യുമ്പോഴും തമ്മിൽ കാണുമ്പോഴും
സഭായോഗം കൂടുമ്പോഴും ഒക്കെ പറയാം. ഞായറാഴ്ചത്തെ സാക്ഷ്യം ഇത് തന്നെയാ കേട്ടോ, ഇത് തന്നെ വേണ്ടത്. സ്തോത്രം. ദൈവത്തെ സഭാമധ്യത്തിൽ മഹത്വപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ രീതിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളത്, ദൈവേഷ്ടം ചെയ്തുകൊണ്ട്. By fulfilling the will of God, by pleasing God in and through our lives. So these are the two major ways of glorifying God. One with our lips, with our mouth, and second in and through our lives. Lip service and life service. But what do we do the most? ഇതിൽ ഏതാണ് നമ്മൾ അധികവും ചെയ്യാറുള്ളത്? സ്തോത്രം. ലിപ് സർവീസ്, അതും റേഷന, അതുപോലും റേഷന. അതിനും ആരെങ്കിലും നമുക്ക് ഇങ്ങനെ ചാവി തരണം. പറ പറ, ഒന്ന് സ്തുതിച്ചേ, ഒരു ഹല്ലേലൂയ പറഞ്ഞ്, അന്നേരം ഉപദേശിക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ. അപ്പോഴ ഉപദേശി പറയുന്നത് ഒന്ന് സന്തോഷത്തോടെ, തമ്മിൽ തമ്മിൽ നോക്കി ഒന്ന് ചിരിച്ചോണ്ട്. അധരങ്ങൾ കൊണ്ടുള്ള ലിപ് സർവീസിൽ പോലും നമുക്ക് റേഷനാണുള്ളത്. അരുത്. കൂടാതെ അതിനേക്കാൾ കൂടുതൽ നാം ദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. Let's glorify God with our lives, with our actions. സ്തോത്രം. ഞങ്ങളുടെ ഈ കൊച്ചു ചർച്ചിലെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു. ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച വഴിക്ക് പറയുകയായിരുന്നു, ആ ചെറുപ്പക്കാരന്റെ അങ്കിളും കുടുംബവും ഇവിടെയുണ്ട്. അങ്കിളിന്റെയും കുടുംബത്തിന്റെ അടുത്ത് വന്ന് 2 ആഴ്ച ആ കുട്ടി താമസിച്ചു. പണ്ടും ഇവരുടെ കൂടെ താമസിച്ചിട്ടുള്ള ഒരു പയ്യന. ഒരാഴ്ച അവൻ ചർച്ചിൽ വന്നില്ല. 2ാമത്തെ ആഴ്ച ചർച്ചിൽ വന്നു. അതിനു മുൻപ് തന്നെ അവൻ പല ചോദ്യങ്ങളും ഒക്കെ വീട്ടുകാരോട് ചോദിച്ചു. ഏതായാലും ചർച്ചിൽ വന്ന അന്ന് ഉച്ചയ്ക്ക് ശേഷം അവൻ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറയുകയായിരുന്നു, ആ കുട്ടി പ്രത്യേകിച്ച് രക്ഷയിലേക്ക് വരുവാനുള്ള കാരണം അതിൻ്റെ അങ്കിളും കുടുംബവും മുൻപ് എങ്ങനെയായിരുന്നെന്നും ഇപ്പോൾ അവരിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നെന്നും അവൻ ഈ 2 ആഴ്ചത്തെ സമയത്തിൽ വളരെ കൃത്യമായി വീക്ഷിച്ചു. വളരെ വ്യക്തമായ വ്യത്യാസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അവൻ കണ്ടു. അതെന്തുകൊണ്ടെന്ന് അവൻ അന്വേഷിച്ചു. ഇവർക്ക് യേശുവിങ്കലുള്ള വിശ്വാസത്താലാണെന്ന് അവൻ മനസ്സിലാക്കി.
അതവനെ കർത്താവിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കൂട്ടത്തിൽ ഒരു സന്ദേശവും കൂടെ കേട്ടപ്പോൾ അവൻ യേശുവിനായിട്ട് ഹൃദയം തുറക്കാൻ പ്രയാസം ഉണ്ടായില്ല. എന്താ സംഭവിച്ചത്? ആ രക്ഷിക്കപ്പെട്ട ചെറുപ്പക്കാരന്റെ അങ്കിളും കുടുംബവും അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് ഈ വിഷയത്തിൽ പറയാം. അത് അവരറിയാതെ തന്നെ കണ്ടു നിന്ന ഒരുവന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കതുപോലെ ദൃശ്യമായ തെളിവുകളുള്ള ഒരു മാറ്റ ജീവിതമാണ് ഈ അങ്കിളിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. സ്തോത്രം. മനസ്സിലായോ? ഇതുപോലെ നാമും എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതം കൊണ്ട്. സ്തോത്രം. ആ പ്രത്യേക അനുഭവത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. 4-ാം അധ്യായത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ കണ്ടുമുട്ടാം. ഇന്ന് ഞാനിവിടെ നിർത്തിക്കോട്ടെ. ഈ 4 ജീവികളെ പോലെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ഹിതത്തെ നിവർത്തിക്കുന്നവരായി നാം തീരുവാൻ പൂർണ്ണമായും നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.